നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. CPM-ന്റെ സംസ്ഥാന സമ്മേളനം അംഗീകരിച്ച റിപ്പോർട്ടിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നുണ്ട്. അതായത് CPM-ന്റെ സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് മുസ്ലിം സമുദായത്തിലെ അല്ലെങ്കിൽ മുസ്ലിം ന്യൂനപക്ഷ വിഭാഗത്തിലെ ആളുകൾ കുറയുന്നു എന്നാണ് CPM-ന്റെ വിലയിരുത്തൽ. അതുപോലെ തന്നെ ക്രിസ്ത്യൻ വിഭാഗത്തിലുള്ള ആളുകൾ കൂടുന്നു എന്ന വിലയിരുത്തലും CPM-നുണ്ട്. ഇതിന്റെ ഭാഗമായി കൂടുതൽ ആളുകളെ CPM-ലേക്ക്, അതായത് ന്യൂനപക്ഷ സമുദായത്തിലുള്ള മുസ്ലിം ന്യൂനപക്ഷ സമുദായത്തിലുള്ള കൂടുതൽ ആളുകളെ CPM-നകത്തേക്ക് എത്തിക്കാനും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാനും ഇത് വർഗ ബഹുജന സംഘടനകളിലേക്ക് തുടർച്ചയായിട്ട് ഇവരെ എത്തിക്കാനും ഒക്കെയുള്ള ശ്രമം സജീവമായി CPM തുടങ്ങുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം. അല്ലെങ്കിൽ തന്നെ CPM എന്താണ്, ഒരു പ്രീണന രാഷ്ട്രീയത്തിലൂടെ അധികാരം പിടിച്ച പാർട്ടിയാണ് CPM എന്ന് പറയുന്നത്. ഇപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം CPM കൃത്യമായി തിരിച്ചറിയുന്നുണ്ട്. ഒരു BJP CPM അലയൻസ് ഉണ്ട് എന്ന ഒരു പ്രചാരണമൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ വോട്ടില്ലെങ്കിൽ വലിയ പ്രയാസമാകും. അതുകൊണ്ട് പഴയതിലും ഗംഭീരമായിട്ട് ഈ പറയുന്നത് പോലെ ന്യൂനപക്ഷ പ്രീണനം തുടരാൻ CPM തീരുമാനിച്ചിരിക്കുന്നു. ഒന്നാമത് കാലഹരണപ്പെട്ട ഒരു പ്രത്യയശാസ്ത്രമാണ് CPM എന്ന കാര്യത്തിൽ, ഒരു പ്രത്യേകിച്ച് കമ്മ്യൂണിസം എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെയാണല്ലോ ചുരുങ്ങി ഇപ്പൊ കേരളത്തിൽ മാത്രമായി ഇപ്പോൾ നിലനിൽക്കുന്നത്. അതിനോടൊപ്പം രൂപീകരിക്കപ്പെട്ട മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും BJP അടക്കമുള്ളവ എത്ര ബഹുദൂരം മുന്നോട്ട് പോകുമ്പോൾ ചുരുങ്ങി ഇല്ലാതാവുന്നത് അതുകൊണ്ടാണ്. അതെ, അതുപോലെയാണ്. ഇപ്പോൾ നോക്കൂ, ഇപ്പൊ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ, ഇത്രയും മുസ്ലിം പ്രീണനം നടത്തിയിട്ടും മുസ്ലിംസ് പാർട്ടിയിൽ നിന്ന് അകന്നു പോകുന്നുണ്ടെങ്കിൽ അത് പ്രീണനമാണെന്ന് മുസ്ലിംസിന് മനസ്സിലാകുന്നുണ്ട് എന്നാണ് അതിന്റെ യഥാർത്ഥ വശം. വീണ്ടും പ്രീണിപ്പിക്കാനാണ് ഭാവമെങ്കിൽ ഈ മുസ്ലിം പ്രീണനം മുഴുവൻ പിണറായി വിജയൻ നടത്തുന്നത് മരുമകനെ മുഖ്യമന്ത്രിയാക്കാനുള്ളൊരു സാധ്യത മുന്നിൽ കണ്ടാണ്. പക്ഷെ അവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മുസ്ലിങ്ങൾ വലതുപക്ഷത്തോട് അടുക്കുന്നുണ്ടെങ്കിൽ അതിൽ പ്രധാനപ്പെട്ട കാര്യം ഇപ്പൊ ഷാഫി പറമ്പിൽ പോലുള്ള നേതാക്കന്മാരാണ്. അപ്പൊ മുസ്ലിം ആണെങ്കിൽ കൂടി ഷാഫി പറമ്പിൽ എല്ലാ ജനവിഭാഗങ്ങളെയും ഒരുമിച്ച് കൊണ്ടുപോകാനും നിർത്താനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതൊരു വലിയ കഴിവ് തന്നെയാണ് ഷാഫിയുടെ. ഒരു അഭിനവ ഉമ്മൻചാണ്ടി തലത്തിലേക്ക് ഉയരാൻ സാധ്യതയുള്ളൊരു നേതാവ് എന്ന രീതിയിൽ വളരെ നമുക്ക് അറിയാം, ഒരു 10 വർഷത്തിന് ശേഷം ഒരുപക്ഷെ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പോലും പരിഗണിക്കാവുന്ന ഒരാളാണ്. കാരണം പ്രായം കൊണ്ടാണ് ഒരു 10 വർഷം പറയുന്നത്, എങ്കിൽ പോലും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പരിഗണിക്കാവുന്ന ഒരാളാണ്. കോൺഗ്രസിനുള്ളിൽ അത്രയധികം ഓറയുണ്ടാക്കിയിട്ടുള്ള ഒരാൾ വേറെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയാം. കോൺഗ്രസ് നേതാക്കന്മാരെ വെച്ച് നോക്കുക. അപ്പൊ അതുകൊണ്ട് അതെ, അപ്പൊ അതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, കൂടുതൽ അങ്ങനെയുള്ള ആൾക്കാർ വരുമ്പോൾ കൂടുതൽ CPM-ന്റെ അനുഭാവികളല്ലാത്ത അല്ലെങ്കിൽ CPM-മായി ബന്ധമില്ലാത്ത സാധാരണ ന്യൂട്രലായി നിൽക്കുന്ന മുസ്ലിംസ് ഒക്കെ ഒരുപക്ഷെ ഇടത് പാളയത്തിലേക്ക് പോകാമായിരുന്ന ആൾക്കാരൊക്കെ വലതു പാളയത്തിലേക്ക് വരാനുള്ള സാധ്യതയുമുണ്ട്. അപ്പൊ അങ്ങനെ വിവിധ നേതാക്കന്മാർ, ഇപ്പോൾ കോൺഗ്രസിൽ തന്നെ അങ്ങനത്തെ ചില നേതാക്കന്മാർ ഉണ്ട്. അതുമാത്രമല്ല, ഇവിടെ നോക്കിയാൽ നമുക്കറിയാം ഈ CPM-ന് പൊതുവെ ആൾക്കാരെ കുറയുന്നൊരു സാഹചര്യമുണ്ട്. ഹിന്ദുക്കളെ മൊത്തം എതിരാക്കിയിട്ടുണ്ട്. പക്ഷെ ഹിന്ദുക്കളെ എതിരാക്കിയാലും CPM-ന് വലിയ ദോഷം ചെയ്യാത്തത് ഈ ഹിന്ദുക്കൾക്ക് ഒരു ഏകീകൃത രൂപമില്ലാത്തതുകൊണ്ട്. അതുകൊണ്ട് തന്നെ ഹിന്ദുക്കളെ എതിരാക്കിയാലും കുഴപ്പമില്ല, ഹിന്ദുക്കളോട് എങ്ങനെ ചെയ്താലും കുഴപ്പമില്ല എന്ന രീതിയിലേക്ക് മാറാൻ കഴിയുന്നുണ്ട്. പക്ഷേ അതല്ല മറ്റ് സംസ്ഥാനങ്ങളിലെ സ്ഥിതി, അല്ലെങ്കിൽ മറ്റ് ഭാഗങ്ങളിലെ മറ്റ് ജാതിക്കാരെ നോക്കിയാലും നമുക്ക് അതല്ല സ്ഥിതി. ഇപ്പോൾ പണ്ടൊക്കെ ക്രിസ്ത്യൻ വിഭാഗത്തിന് ഒരു ഏകീകൃത രൂപം ഉണ്ടായിരുന്നു. ക്രിസ്ത്യൻസ് പള്ളിയിൽ വൈകുന്നേരം വിളിച്ചു പറഞ്ഞാൽ തലേദിവസം വൈകുന്നേരം ഒരു ഇടയലേഖനം വായിച്ചാൽ ആർക്കാണ് വോട്ട് ചെയ്യേണ്ടതെന്ന് അവർ തീരുമാനിക്കും. ഇപ്പോഴും അതിന് വലിയ മാറ്റമൊന്നും വന്നിട്ടില്ലെങ്കിലും ഈ കുറച്ച് ആൾക്കാർ മാറി ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ CPM-ന് വേണ്ടി അല്ലെങ്കിൽ CPM-ലേക്ക് പോകുന്നതിൽ കൂടുതൽ ആൾക്കാർ എനിക്ക് തോന്നുന്നു ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്ന് BJP-യിലേക്ക് എത്തുന്നുണ്ട്. BJP ആണ് ഒരു പ്രതീക്ഷ. കാരണം കേന്ദ്രത്തിൽ ഭരണമുള്ളത് തന്നെ അവർ നല്ല ബുദ്ധിയുള്ളവരാണ്. ഈ ക്രിസ്ത്യൻ ജനവിഭാഗങ്ങൾ അവർക്ക് എവിടെ നിൽക്കണമെന്നും എന്ത് വാങ്ങിയെടുക്കണമെന്നും എങ്ങനെ നിന്നാൽ വാങ്ങിയെടുക്കാമെന്നും ഒക്കെ അറിയാവുന്നത് കൊണ്ട് തന്നെ വളരെ കൃത്യമായി തന്നെ അവരത് മുതലാക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഇവർ ഈ റിപ്പോർട്ടിൽ മറ്റൊരു പ്രത്യേക പരാമർശമുള്ളത് യുവജന സംഘടനകളിലേക്ക് ആൾക്കാരെ എത്തിക്കാൻ കഴിയുന്നില്ല. ഒരു കാലത്ത് വളരെ പ്രഗത്ഭമായി നിന്ന യുവജന സംഘടനയായിരുന്നു DYFI-യും SFI-യും ഒക്കെ, വിദ്യാർത്ഥികളുടെ സംഘടനയാണെങ്കിലും. ഈ കോളേജുകളിലൊക്കെ SFI എന്താണ് ചെയ്തു കൂട്ടുന്നതെന്ന് ജനങ്ങൾക്ക് മനസ്സിലായി തുടങ്ങി. SFI-യിലേക്ക് പോകുന്ന കുട്ടികളുടെ ഭാവി തന്നെ ഇല്ലാതാകുന്ന അവസ്ഥയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവരുടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കള്ളും കഞ്ചാവും അടക്കമുള്ളവയെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നാണ്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, എൻ്റെ ഒരു സംശയമാണ്, ഇവരൊക്കെ പറയുന്നത് വേടന്റെ രാഷ്ട്രീയം യുവതലമുറയെ സ്വാധീനിക്കുന്നു, യുവാക്കളെല്ലാം അങ്ങോട്ട് പോകുന്നു എന്നാണല്ലോ. അങ്ങനെ യുവാക്കളെല്ലാം കൂടി വേടന്റെ പുറകെ പോകുന്നെങ്കിൽ അവരെല്ലാം CPM ആകേണ്ടതാണ്. അപ്പോൾ കാരണം ഏറ്റവും കൂടുതൽ CPM-നെ നിലനിർത്തേണ്ട, അല്ലെങ്കിൽ ഇനിയും വരുന്ന തലമുറയെ നിലനിർത്തേണ്ട യുവാക്കളാണ് അതിലേക്ക് പോകുന്നതെന്നുള്ളതാണ്. ഇന്നെന്നാൽ ആ വ്യത്യാസമൊക്കെ മാറിക്കഴിഞ്ഞിരിക്കുന്നു. എനിക്ക് തോന്നുന്നു യുവതലമുറ കുറച്ചുകൂടി പ്രിഫർ ചെയ്യുന്നത് BJP-യെ പോലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനത്തെയാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് നമുക്ക് ഓൺലൈൻ മീഡിയകളിലെ അവരുടെ ഒരു
എഴുത്തും പ്രാധാന്യവും അവരുടെ ഗൗരവമായി ചിന്തിക്കുന്നവരുടെ എണ്ണവും ഒക്കെ നോക്കുമ്പോൾ BJPക്ക് കുറച്ചുകൂടി ഒരു മേൽക്കൈ നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന വളർന്നു വരുന്ന യുവതലമുറ പ്രോഗ്രസീവായിട്ടുള്ള വളർച്ചയെ, രാജ്യത്തിന്റെ വളർച്ചയെ നോക്കിക്കാണുന്നു, അതിനനുസരിച്ച് പോകുന്നു എന്നുള്ളതാണ്. അവിടെയാണ് വേടനെ പോലുള്ളവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് കുറേ ആൾക്കാരെ കൂടി കഞ്ചാവിനും മയക്കുമരുന്നിനും ഒക്കെ അടിമയാക്കിയാൽ മാത്രമേ CPM-നെ പറഞ്ഞു നിൽക്കാൻ കഴിയുള്ളൂ. ഈ പുരോഗമനം എന്ന് പറയുന്നതേ, കഴിഞ്ഞ കുറേ നാളുകളായി പുരോഗമനം എന്ന് പറയുന്നത് ഈ വഴിതെറ്റിപ്പോകാനുള്ള ഒരു മാർഗം എന്ന രീതിയിലാണ് പലപ്പോഴും വിലയിരുത്തപ്പെടുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പുരോഗമനം ഇപ്പൊ സ്ത്രീകളെ ആണെങ്കിലും സ്ത്രീകളെ പുരോഗമിപ്പിക്കുക എന്നിവർ പറഞ്ഞാൽ അവരുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുക, അതിനുവേണ്ടി സ്ത്രീകളെ സജ്ജമാക്കുക എന്നുള്ളതാണ്. അത് അവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ ഈ സ്ത്രീകളുടെ പുരോഗമനം എന്ന് പറയുന്നത് വസ്ത്രം മാക്സിമം കുറയ്ക്കുക, അതുപോലെ തന്നെ എന്താണ് ഈ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുക, പുറത്തിറങ്ങിയിട്ട് എന്ത് കാര്യങ്ങളും വിളിച്ചു പറയുക, ഇതൊക്കെയാണ് പുരോഗമനം എന്ന് വിശ്വസിക്കുന്ന കുറേ ആളുകളുണ്ട്. അവർക്ക് കംഫർട്ടായ വസ്ത്രം ധരിക്കാം, അതിലൊന്നും ഒരു പ്രശ്നവുമില്ല. പക്ഷേ ഒരു തലമുറയാകെ ലഹരിയിലേക്ക് തള്ളിവിട്ട് ഇപ്പം ഞാൻ ഏറ്റവും അടുത്ത് വായിച്ചൊരു കാര്യം വെച്ചാൽ എല്ലാ KSRTC ഡിപ്പോകളിലും ബെവ്കോ തുടങ്ങാൻ പോവുകയാണ്, ബിവറേജ് തുടങ്ങാൻ പോവുകയാണ്. ഈ സർക്കാർ അധികാരത്തിൽ കയറുന്ന സമയത്ത് പറഞ്ഞത് ഞങ്ങൾ മദ്യലഭ്യത കുറച്ചു കൊണ്ടുവരും എന്നാണ് പറഞ്ഞത്. ഈ KPS മരിച്ചുപോയി രണ്ടുപേരും, ഇന്നസെന്റിനെയും ഒക്കെ പിന്നെ പരസ്യം വെച്ചിട്ട് പറഞ്ഞിരുന്നു. ഇതൊക്കെ ജനങ്ങളുടെ മുമ്പിൽ പറഞ്ഞ കാര്യമാണ്. എന്നിട്ട് ഒരു തലമുറയെ തന്നെ മദ്യം എത്ര ആളുകളെ ഇല്ലാതാക്കുന്നു, എത്ര കുടുംബങ്ങൾ നശിപ്പിക്കുന്നുണ്ട്. മദ്യമല്ല, അതിന്റെ ഒരു പടി കൂടെ കടന്ന് രാസലഹരിയിലേക്ക് പോയി. ഇപ്പൊ തന്നെ വേടനെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ ജനങ്ങൾക്ക് കൊടുക്കുന്ന സന്ദേശം എന്നാണ്. 2 പ്രാവശ്യം കഞ്ചാവ് കേസിൽ പിടിക്കപ്പെട്ട വേടൻ, 3 ബലാത്സംഗ കേസിൽ ആരോപിതനായ വേടൻ, ആ വേടനെ സർക്കാരിന്റെ പരിപാടിയിൽ അതിഥിയായി കൊണ്ടുവരികയാണ്. സ്ത്രീപക്ഷമാണ് കേരളം. അതെ, അതാണ് സ്ത്രീപക്ഷ കേരളത്തിൽ അത്തരത്തിലുള്ള ആൾക്കാരെ അതിഥിയായി കൊണ്ടുവരികയാണ്. ഈ സ്ത്രീപക്ഷ കേരളം എന്ന് പറയുമ്പോഴേ എനിക്കൊരു സംശയമുള്ളതെന്ന് വെച്ചാൽ ഈ പലപ്പോഴും നമ്മളിപ്പോൾ ചുംബന സമരം, പിന്നെ ആർത്തവ സമരം, ഇങ്ങനെ പല സമരങ്ങൾ ഇവർ നടത്തുന്നുണ്ട്. ഈ സമരങ്ങളൊക്കെ നടത്തി കൂടുതൽ സ്ത്രീകളെ കോംപ്ലിക്കേറ്റഡ് ആക്കി കൊണ്ടുപോകുന്നു എന്നുള്ളതല്ലാതെ പീഡിപ്പിക്കപ്പെടുന്ന കുട്ടികളുടെ എണ്ണം കൂടുന്നു, പീഡിപ്പിക്കപ്പെടുന്ന സ്ത്രീകളുടെ എണ്ണം കൂടുന്നു. അങ്ങനെ ഓരോ മേഖലയിൽ നോക്കിയാലും എവിടെയാണ് സമത്വമുള്ളത്? എത്ര സ്ത്രീകൾ, ഇപ്പൊ ശൈലജ ടീച്ചറെ അടക്കമുള്ളവരെ ഒതുക്കിയവരാണ് സ്ത്രീപക്ഷത്തെ കുറിച്ച് പറയുന്നത്. നല്ല കൊള്ളാവുന്ന ഒരു രാഷ്ട്രീയ നേതാവായിരുന്ന KK ശൈലജ അടക്കം ശ്രീമതി ടീച്ചറെ AKG സെൻട്രൽ കയറ്റി എന്ത് പുരോഗമനമാണ് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ ഒരു അന്ത്യത്തിലേക്ക് ഏതാണ്ട് അടുക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ ആൾക്കാർ വരുന്നത്. ഈ അടുത്ത കാലത്ത് ചില പരസ്യങ്ങൾ കണ്ടിരുന്നു, പ്രവർത്തിക്കാൻ വേണ്ടി ആൾക്കാരെ ക്ഷണിച്ചുകൊണ്ടുള്ള പരസ്യങ്ങൾ. ആ അവസ്ഥയിലേക്ക് മാറി. ഇപ്പൊ DYFIക്ക് ഒന്നും നല്ല സമരം നടത്താൻ കഴിയില്ലെന്നേ. ഇപ്പോൾ യുവമോർച്ചയ്ക്കോ അല്ലെങ്കിൽ മഹിളാ മോർച്ചയ്ക്കോ പോലും നടത്താൻ കഴിയുന്ന ഒരു സമരം, അങ്ങനെ ഒരു സമരം മഹിളാ മോർച്ച നടത്തുന്ന പോലൊരു സമരം ഈ ജനാധിപത്യ മഹിളാ അസോസിയേഷനോ അല്ലെങ്കിൽ അവരുടെ യുവജന സംഘടനകൾക്കോ ഒന്നും നടത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പരാജയം CPM-നുള്ള. ഇപ്പോൾ വോട്ടൊക്കെ കിട്ടുന്നുണ്ടായിരിക്കാം, ജയിക്കുന്നുണ്ടായിരിക്കാം, പക്ഷേ വരും ഭാവിയിൽ എനിക്ക് തോന്നുന്നു 5 കൊല്ലം കൂടി CPM ഭരിച്ചാൽ CPM ഇല്ലാതായി പോകുന്നതാണ് എൻ്റെ ഒരു കാൽക്കുലേഷൻ. കാരണം 5 വർഷം കൂടി ആകുമ്പോഴേക്ക് ഏതാണ്ടൊരു പരുവം എത്തും, കേരളം ഏകദേശം ഒരു പരുവാവും. അതോടുകൂടി CPM പിന്നെ മാത്രമേ. പക്ഷെ വേറൊരു കാര്യമുണ്ട്, അതിൻ്റെ ഒരു വലിയ ദുരന്തം എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇപ്പോൾ 6000 കോടിയിലേക്ക് 2000 കോടിയിൽ നിന്ന് 6000 കോടിയിലേക്ക് കടമെത്തിയതുപോലെ തന്നെ നമ്മളെല്ലാവരും പിച്ചച്ചണ്ടി എടുത്ത് തെണ്ടേണ്ട അവസ്ഥയിലേക്ക് എത്തുമോ എന്ന സംശയം എനിക്കുണ്ട്. കാരണം ശ്രീലങ്കയെക്കാട്ടിൽ മോശമായ അവസ്ഥയിലേക്ക് കേരളം പോകുമെന്ന് റിസർവ് ബാങ്ക് പലതവണ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഒരു ദരിദ്ര രാഷ്ട്രത്തിന്റെ പട്ടികയിലേക്ക്, ദരിദ്ര സംസ്ഥാനത്തിന്റെ പട്ടികയിലേക്ക് കേരളം മാറുമെന്ന് സംശയമുണ്ട്. ഇപ്പൊ തന്നെ കടമെടുത്താണ് ജീവിക്കുന്നത്. നരേന്ദ്രമോദി കടം കൊടുക്കാനില്ലെങ്കിൽ കേരളം പിന്നെ ചലിക്കില്ലാത്ത അവസ്ഥയാണ്. അത് അതിൽ ഏറ്റവും വലിയ അപകടം എന്താണെന്നറിയോ? സാധാരണ ഒരു പാർട്ടി ഭരിക്കുമ്പോൾ അവർക്കൊരു കാര്യമുണ്ട്, അടുത്ത തവണ ഞങ്ങൾ അല്ലെങ്കിൽ അതിനടുത്ത തവണ ഞങ്ങൾ എന്നുണ്ട്. പക്ഷേ പിണറായിയും ആളുകളും ഭരിക്കുന്ന സമയത്ത് ഇത് അടുത്ത തവണ കിട്ടിയാൽ ഓക്കെ, ഇനി ഞങ്ങൾക്ക് കിട്ടിയില്ലെങ്കിലും പ്രശ്നമില്ല, എല്ലാം നോക്കി ഇനി നിങ്ങൾ എന്ത് വേണമെങ്കിലും ആയിക്കോളൂ, കേരളം നശിച്ച് ധാരാളക്കല്ലെടുത്താൽ ഞങ്ങൾക്ക് പ്രശ്നമില്ല എന്നുള്ള ഇതിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് അപകടകരമാണ്. തീർച്ചയായും അതെ. കേരളത്തിന് എന്ത് അതാണല്ലോ ഈ കടമെല്ലാം വരുത്തി വെക്കുന്നത്. കിഫ്ബി എന്ന പേരിൽ കുറെ കടം വേറെ. ഇപ്പൊ ഈ കടമൊക്കെ എടുത്തിട്ട് പറഞ്ഞ കിഫ്ബിയുടെ കടം കടത്തിന്റെ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റില്ല. പിന്നെ കിഫ്ബിയുടെ കട ആരടയ്ക്കും? അതാണ് മനസ്സിലാവാത്തത്. അപ്പോൾ ഈ കേന്ദ്രത്തെ നിരന്തരം കുറ്റം പറഞ്ഞുകൊണ്ട് കടം കിട്ടുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ തന്നെ പറഞ്ഞു, ആശാ വർക്കർമാർ 5000 രൂപയ്ക്ക് സമരം ചെയ്യുമ്പോൾ ഒരു 500 രൂപയെങ്കിലും കൂട്ടിത്തരുമോ എന്ന് അവർ ചോദിച്ചുകൊണ്ട് 5000 രൂപയ്ക്ക് വരെ സമരം ചെയ്യുമ്പോൾ നമ്മൾ കാണുന്നത് എന്താണ്? ഇപ്പോൾ KM എബ്രഹാമിനെ പോലുള്ള ശമ്പളം 5 തവണയാണ് അടിക്കടി വർദ്ധിപ്പിച്ചിട്ടുള്ളത്. പുള്ളിക്ക് വേറൊരു കാര്യമുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് അറിയാമോ? ശക്തമായ ഒരു പ്രതിപക്ഷമില്ലാത്തതാണ്. ഈ കോൺഗ്രസ് പ്രതിപക്ഷത്തിൽ ഇരിക്കുന്നതുകൊണ്ടാണ് ഈ പ്രശ്നം. നേരെ മറിച്ച് BJP ആയിരുന്നു പ്രതിപക്ഷമെങ്കിൽ ഒരുപക്ഷെ CPM-ന്റെ പ്രതിപക്ഷം BJP ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇതൊന്നും നടക്കില്ല.
അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ കോൺഗ്രസ് ശക്തമായ ഒരു പ്രതിപക്ഷം, ഒരുപക്ഷെ നമുക്ക് നാളെ ഒരു ഭരണം കോൺഗ്രസിന്റെ വരും എന്ന് പോലും ചിന്തിക്കാൻ കഴിയാത്ത തരത്തിൽ തന്നെ ദുർബലമാണ് കോൺഗ്രസ്. എന്തെങ്കിലുമൊക്കെ സാധ്യതയുണ്ടായിരുന്ന കെ സുധാകരനെ പോലുള്ളവർ, പിണറായി വിജയനെതിരെ നിൽക്കാൻ സാധ്യതയുള്ള കെ സുധാകരനെ പോലുള്ളവരെ മാറ്റി നിർത്തി കഴിഞ്ഞു. പിന്നെ മൊത്തം പ്രീണനമാണ്. ഇപ്പോഴത്തെ KPCC പ്രസിഡന്റ് ആരാണെന്നറിയില്ല. ഷാഫിയെ പിന്നെ പറയും. എനിക്കൊന്ന് സണ്ണി ജോസഫിനെ അറിയുന്നതിനേക്കാൾ എനിക്കറിയാം, പക്ഷെങ്കിലും സണ്ണി ജോസഫിനെ അറിയുന്നവർ ഷാഫി വർഗീസിനെ അറിയും സാധാരണ ജനങ്ങൾക്ക്. അപ്പൊ KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റ് ആണ് ഷാഫി എങ്കിൽ പോലും. അപ്പൊ ഇത്തരത്തിലുള്ള കോൺഗ്രസിന്റെ ഒരാൾ കാലുവാരി ഒരാളെ തോപ്പിക്കുക എന്നുള്ളത് അവരുടെ പതിവ് ശൈലിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഭരണത്തിലേക്ക് വരുമോ എന്നൊന്നും നമുക്ക് പറയാൻ കഴിയാത്തൊരവസ്ഥയാണ്. ഇനി ഒരു ഭരണത്തിലേക്ക് കോൺഗ്രസ് വരാനുള്ള സാധ്യതകൾ കുറവാണ്. കേന്ദ്രത്തിൽ അതാ ഇത്രയും വലിയ ഭരണവിരുദ്ധ വികാരം ഉള്ള സമയത്ത് പോലും കോൺഗ്രസിന് ആ സാധ്യത ചൂഷണം ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഒരു വലിയ പരാജയമാണ് കേരളത്തിലെ കോൺഗ്രസ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. പിന്നെ ഇതിൽ പ്രധാനപ്പെട്ട കാര്യം തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം തന്നെയാണ് ഈ CPM-ഉം കമ്മ്യൂണിസവും അവരുടെ ആശയധാരകളും എല്ലാം തകർന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് ഇപ്പൊ കൂടുതലായിട്ട് മുസ്ലിം ആളുകളെ ഇങ്ങോട്ട് വലിക്കാനുള്ള പരിപാടി. അതിനെന്താണ് പാർട്ടി എടുക്കുന്ന നിലപാട് എന്നുള്ളതാണ്. കാരണം കൂടുതൽ പ്രീണനം, ഒരുപക്ഷെ കുറച്ചുകൂടെ എന്താണ് ഈ വർഗീയപരമായ കാര്യം, ഇപ്പൊ പാലസ്തീൻ അനുകൂലമായ നിലപാടുകൾ സ്വീകരിക്കുക, റാലികൾ സംഘടിപ്പിക്കുക, കുറച്ചുകൂടി ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന തന്ത്രമായിരിക്കാം ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നത്. തീർച്ചയായും അതെ, ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നുണ്ട്. ഇപ്പൊ വേടനെ തന്നെ പ്രോത്സാഹിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള ഭിന്നിപ്പിന്റെ ഒരു രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്നതുകൊണ്ടാണ്. അല്ലാതെ ഇവിടെ ജാതീയത എവിടെയാണുള്ളത്? ഇവിടെ ജാതീയതയൊന്നുമില്ല. സത്യത്തിൽ ജാതീയതയുള്ളത് ഇവിടെ ആരുടെ ഇടയിലാണ്? ഒരു വേടനെ വിമർശിച്ചുകൊണ്ടൊരു വാർത്ത ചെയ്താൽ പരത്തെറിയാണ് അതിന്റെ താഴെ വരുന്നത് നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക്. അപ്പോൾ ജാതീയത നമ്മളോടാണ്, നമുക്കാണ് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയുള്ളത്. അതുകൊണ്ട് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവിടെ ഈ ഇല്ലാതായി പോകുന്ന അല്ലെങ്കിൽ വംശനാശ ഭീഷണി നേരിടുന്ന ഒരു പ്രസ്ഥാനമായി ഇപ്പോൾ CPM മാറിയിരിക്കുന്നു, കമ്മ്യൂണിസം മാറിയിരിക്കുന്നു. യുവാക്കൾ അടക്കമുള്ളവർ വരുന്നില്ല എന്ന് പറയുന്നത് 100% ശരി തന്നെയാണ്. നമുക്ക് എത്ര DYFI നേതാക്കളെ അറിയാം? പണ്ടത്തെ DYFI നേതാക്കളെ എല്ലാം നമുക്കറിയാം ഒരു കാലഘട്ടത്തിൽ. ഇന്ന് എത്ര DYFI നേതാക്കളെ നമുക്കറിയാം? ഇപ്പൊ തന്നെ BJP-യിലേക്ക് വരുന്നുണ്ട് പലരും, CPM-ൽ നിന്ന് പലരും. ഇപ്പോൾ എനിക്ക് മനസ്സിലായ SFIയുടെ ഏറ്റവും നല്ല മുതിർന്ന നേതാവായിരുന്ന ഒരാൾ ഈയിടെ ഇപ്പോൾ BJP-യിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും മാറി ചിന്തിക്കലിന്റെ പാതയിലാണ്. അതിന് കാരണം ഈ മൺമടഞ്ഞു പോയ അല്ലെങ്കിൽ തകർന്നഴിഞ്ഞു പോയ ഈ ആശയധാരകളാണ്. അത്തരത്തിലുള്ള ആശയധാരകൾക്ക് കാലാകാലങ്ങളിൽ ഉണ്ടാകുന്ന ഡിപ്രീസിയേഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ BJP പോലുള്ള ഒരു സംഘടനയ്ക്ക് അല്ലെങ്കിൽ RSS പോലുള്ള ഒരു പ്രസ്ഥാനത്തിന് പ്രസക്തി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും.